ബാബുവിന് പറയാനുണ്ടോ? രൂപ ആക്കുന്നതിനല്ല, പക്ഷെ ആ ഓർഡറിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത കാര്യം നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ പറ്റില്ല. അത് ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തദ്ദേശ മന്ത്രിയെ ഒന്നുകൂടെ കണ്ടിട്ട് വേണ്ടത് ചെയ്യാം. ഇടതുപക്ഷം അല്ലെങ്കിൽ ഞങ്ങളോ രാഷ്ട്രീയം ഇലക്ഷൻ മുമ്പിൽ കണ്ടിട്ട് ഇല്ലാത്ത തീരുമാനങ്ങൾ ഇല്ലാത്ത സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുക. എല്ലാം ചെയ്യും ഇലക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. സർക്കാർ പറഞ്ഞു എല്ലാ ഭാഗത്തും 100 രൂപ ആക്കിയാൽ 100 രൂപ ആക്കിയാൽ നിങ്ങോ 100 രൂപ ആക്കിയാൽ ആ മുൻകാല പ്രാബല്യം ഒഴിവാകില്ലല്ലോ. അത് ഒഴിവാക്കണ്ടേ? ഞാൻ പറയട്ടെ മുൻകാല പ്രാബല്യം നമ്മളെടുക്കുന്ന തീരുമാനം നേരത്തെ പറഞ്ഞില്ല, ഒന്നിച്ചെടുക്കുന്ന തീരുമാനം സർക്കാരിന് കൊടുത്താൽ ആ സർക്കാരിന് കൂടി അത് സർക്കാരിന് വിട്ടു. അതിന്റെ മറുപടി വന്നിട്ടില്ല. അതിനുശേഷമാണ് ഇലക്ഷൻ സമയത്ത് 100 രൂപ ആക്കിയിട്ടുള്ള ഓർഡർ അയച്ചിരിക്കുന്നത്. നഗരസഭയിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കും? ഇവിടെ അയച്ച കാര്യം അയച്ചിട്ടില്ല പറഞ്ഞാല് നിങ്ങൾ എന്താ വായി തോന്നിയെന്ന് മുഴുവൻ പറഞ്ഞത് കേൾക്കാനാണോ അവിടെ ഇരിക്കുന്നത്? അവിടെ അയച്ചിട്ടുണ്ടെന്നല്ലേ നമുക്കല്ലേ അറിയണത് കൗൺസിലില്? സർക്കാരിന്റെ പ്രതിനിധി നിങ്ങളാണ് അവിടുത്തെ.